നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ വാർത്താ ചാനൽ ക്യാമറാമാൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള പ്രസ് ക്ലബ് കുവൈറ്റ് അനുശോചിച്ചു. മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോയിലെ ക്യാമറാമാനും മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയുമായ AV മുകേഷാണ് കൊല്ലപ്പെട്ടത്. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് സംഭവം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. മലപ്പുറം ജില്ലാ അസോസിയേഷൻ 7ാം വാർഷികം ആഘോഷിക്കുന്നു. വാർഷിക ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ സാംസ്കാരിക പരിപാടിയായ മാമാങ്കം 2024 മെയ് 10 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 10 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് മാമാങ്കം 2024 അരങ്ങേറുക. നാട്ടിൽ നിന്നെത്തുന്ന കണ്ണൂർ ഷെരീഫ്, ലക്ഷ്മി ജയൻ, കീർത്തന, ശബരീഷ്, സാംസൺ എന്നീ പ്രമുഖ ഗായകരും ഓർക്കസ്ട്ര ടീമും ഒരുക്കുന്ന സംഗീത പരിപാടിയാണ് മാമാങ്കത്തിന്റെ പ്രധാന ആകർഷണം. മാക് അംഗങ്ങളുടെ കലാപരിപാടികളും ഉൾപ്പെടുത്തി മലപ്പുറത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു കലാവിരുന്നാണ് മാമാങ്കം 2K24 എന്ന് സംഘാടകർ പറഞ്ഞു. 2000-ലധികം ആക്റ്റീവ് അംഗങ്ങളുള്ള അസോസിയേഷന് പ്രാരംഭഘട്ടം മുതൽ പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങളിലും ഇതര സേവന മേഖലകളിലും സജീവമായി ഇടപെടുന്നുണ്ട്. 2018-ലെ പ്രളയകാലത്തും 2020-21 മനുഷ്യജീവനെ നരകതുല്യമാക്കിയ കൊറോണ സമയത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യക്തമായ സേവന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ജനറൽ സെക്രട്ടറി നസീർ കാരൻകുളങ്ങര, സെക്രട്ടറി അനീഷ് കരാട്ട്, മാമാങ്കം പ്രോഗ്രാം ജനറൽ കൺവീനർ മുജീബ് KT, മീഡിയ കൺവീനറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ വാസുദേവൻ മമ്പാട്, ജോയിന്റ് കൺവീനർ അനസ് തയ്യിൽ, ജോയിന്റ് കോർഡിനേറ്റർ ബിജു ഭാസ്കർ, പ്രോഗ്രാം കൺവീനറായ അഷ്റഫ് ചൂരോട്ട്, വനിതാ വിംഗ് സെക്രട്ടറി സിമിയ ബിജു, വനിതാ വിഭാഗം ട്രഷറർ ഷൈല മാർട്ടിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കാൽമുട്ടിനുണ്ടായ പരിക്ക് മൂലം ജോലിക്ക് പോകുവാനോ അധിക ദൂരം നടക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മേരി സിൻസിക്ക് ഇനി നാട് കാണാം. KL കുവൈറ്റ് കൂട്ടായ്മയുടെ ഇടപെടലാണ് തിരുവനന്തപുരം തുമ്പ സ്വദേശിനി മേരി സിൻസിക്ക് തുണയായത്. യാതൊരുവിധ രേഖകളുമില്ലാതെ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം തുമ്പ സ്വദേശിനി മേരി സിൻസി മകനെ കാണാൻ നാട്ടിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് KL കുവൈറ്റ് സ്ഥാപകനായ സിറാജ് കടക്കലിനെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് KL കുവൈറ്റ് അംഗങ്ങൾ ഇടപെട്ട് ഇന്ത്യൻ എംബസിയുടെ വൈറ്റ് പാസ്പോർട്ട് റെഡിയാക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം KL കുവൈറ്റ് പ്രതിനിധികളായ സിറാജ് കടക്കൽ, സമീർ കാസിം, ഷാനവാസ് ബഷീർ ഇടമൺ, ബിജു കരുമ്പാല, സെർജിമോൻ, റഫീഖ് ഉളവറ, അനീഷ്, വിനയ് എന്നിവർ എയർപോർട്ടിലെത്തി മേരി സിൻസിയയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത്. മേരി സിൻസിയുടെ 2 മക്കളിൽ ഒരാൾ കോവിഡ് കാലത്ത് മരിച്ചിരുന്നു. 2ാമത്തെ മകൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. വിമാനം കയറും മുമ്പ് മേരി സിൻസി ഇന്ത്യൻ എംബസിക്കും KL കുവൈറ്റിനും സഹായിച്ചവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സോഷ്യൽ പ്രൊജക്ടിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിലെ പാതാർ പ്രദേശത്ത് കിണർ നിർമ്മിച്ചു നൽകുന്നു. പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. 2018-ൽ ഉരുൾപൊട്ടലും പ്രളയവും മൂലം ഒട്ടേറെ പേർ മരണപ്പെടുകയും വീടും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ട നിലമ്പൂരിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ മലയോര പ്രദേശമാണ് പാതാർ. ഇവിടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 15ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്ന പദ്ധതിക്കാണ് KKMA തുടക്കം കുറിച്ചത്. പ്രദേശവാസികളും കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായ ഒട്ടേറെ പേർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് പത്തേച്ചാൽ മുഹമ്മദ് കിണറിന് കുറ്റിയടിച്ചു. ഇദ്ദേഹമാണ് കിണറിനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത്. KKMA സോഷ്യൽ പ്രൊജക്ടിന്റെ കീഴിൽ നിർമ്മിച്ചു നൽകുന്ന 25ാമത്തെ കിണറാണിത്. KKMA സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മേലടി പദ്ധതി വിശദീകരണം നടത്തി. KKMA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് H. അലിക്കുട്ടി ഹാജി, ഓർഗനൈസിംഗ് സെക്രട്ടറി UA ബക്കർ എന്നിവർ സംസാരിച്ചു. ഡൊമിനിക് കുണ്ടുപറമ്പ്, ബിച്ചാൻ പത്തേച്ചാൽ, സുബൈർ ബന്നിമംഗലം, കോമളച്ചൻ, സൈനബ തച്ചറമ്മൽ, ഹുമ്മു മംഗലംപറമ്പ്, സീനത്ത് പത്തേച്ചാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. KIG സാൽമിയ ഏരിയ പ്രവർത്തക സംഗമവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. സാൽമിയ സെൻട്രൽ ഹാളിൽ നടന്ന സംഗമത്തിന് ഏരിയ വൈസ് പ്രസിഡന്റ് ആസിഫ് V. ഖാലിദ് അധ്യക്ഷത വഹിച്ചു.
ഏരിയ പ്രസിഡന്റ് റിഷ്ദിൻ അമീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി നിസാർ കെ റഷീദ് സ്വാഗതം ആശംസിച്ചു. അബ്ദുൽ ഷുക്കൂർ വണ്ടൂർ ഖുർആൻ ക്ലാസ് എടുത്തു. KIG ഖുർആൻ സ്റ്റഡി സെന്റർ കുവൈത്ത് സൂറത്ത് നിസ ആസ്പദമാക്കി നടത്തിയ പരീക്ഷയിൽ സാൽമിയ ഏരിയയിൽ നിന്നും റാങ്ക് കരസ്ഥമാക്കിയ ആബിദ സുമി ജാഫർ, സുമയ്യ ഹിഷാം, റൈഹാന നൌഷാദ്, ഷാഹിദ ലത്തീഫ് എന്നിവർക്കുള്ള സമ്മാനങ്ങൾ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു. കുവൈത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന യൂത്ത് ഇന്ത്യ സാൽമിയ മുൻ പ്രസിഡന്റ് മുനീർ താഹ പറക്കാട്ടിലിനും KIG ഹവല്ലി യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഹസൻ ഒറ്റയിലിനും സംഗമത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ഏരിയയുടെ ഉപഹാരവും മെമന്റോയും ഏരിയ പ്രസിഡന്റ് അവർക്ക് നൽകി ആദരിച്ചു. ഷെഫീഖ് ബാവ, ഇസ്മായിൽ മാള, അൻസാർ മാള, സഫ്വാൻ, VS നജീബ്, റിയാദ്, ദിൽഷാദ്, ജുമൈല ഹബീബ്, ഹഫ്സ ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പോകുന്ന ഏരിയ സെക്രട്ടറി നിസാർ കെ റഷീദിനും പത്നി റസിയ നിസാറിനും പരിപാടിയിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ബാസിൽ അബ്ദുൾ റസാഖ് ഖിറാഅത്ത് നടത്തി. മുഹമ്മദ് ഷിബിലി ഉപസംഹാരവും പ്രാർത്ഥനയും നടത്തി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ചെയർമാൻ ഹമദ് മുഹമ്മദ് അൽ ബഹറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബാങ്കിംഗ് മേഖലയിലെ ബന്ധങ്ങളും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും ചർച്ച നടത്തി. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു.